ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളക്കര മൊത്തം കാത്തിരിക്കുന്ന ഒരാളെയാണ് കേട്ടോ. ഈ കക്ഷി ആരാ? വേറെ ആരുമല്ല, ഒത്തിരി തിരക്കുകളൊക്കെ ആയിട്ട് ബിസി ഷെഡ്യൂൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ സ്വന്തം അലൻ ജോസ് പെരേരയാണ്. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? ഇതിപ്പോ ഒരുപാട് സിനിമകൾ ചർച്ച നടപ്പുണ്ട്. ഇപ്പൊ ഒരു കൂടുതൽ നല്ല മൂവി ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താ പറ്റിയ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു? സ്കൂട്ടർ അപകടം. എങ്ങനെ പറ്റി? ഞാൻ ഓടിച്ചപ്പോ സ്പീഡ് കൂടിയപ്പോ സ്വാഭാവികം. എന്നിട്ട് എന്താ പറ്റി? എന്താ പറ്റി? കൈയൊക്കെ സ്പാർക്ക് ഉണ്ടല്ലേ? അല്ല, ഇപ്പൊ ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോ കൈയൊക്കെ സ്ക്രാച്ച് ആയി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊന്നും വകവെക്കാതെ ആണോ അഭിനയിച്ചത്? ആണല്ലേ? അപ്പൊ അത്രയ്ക്കും ഉണ്ടൊരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. അങ്ങനെ പെൺകുട്ടികളെ വന്ന് നമ്പറൊക്കെ ചോദിക്കാറുണ്ടോ? അല്ല, നമ്മള് മറ്റേ മേജർമാൻ നമ്പർ വെച്ചുകൊണ്ട് അവരുടെ നമ്പറിലൊക്കെ വിളി വന്നു. അവരൊക്കെ വിളിച്ചിട്ട് എന്താ പറയാ? കെട്ടാന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത്. ശരി, ബാങ്ക് ബാലൻസ് ഇപ്പൊ എത്ര ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്? കാണിക്കാം. എന്റെ ദൈവം, ഇത് ഇത്രയല്ലേ ഉള്ളൂ? എന്തൊരു ദാരിദ്ര്യമാണ്. അത്രേ ഉള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ? ചിലപ്പോ ആരോടും പറയല്ലേ, അമ്പത്. അപ്പൊ ഞാൻ പറയട്ടെ, ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊറേ വെഡിങ് ഷോയ്ക്കൊക്കെ വെഡിങ്ങിന് പോകുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ എങ്ങനെയാ പൈസ തരുന്നത്? 10,000, 20,000, 30,000 ഒരു ഷോയ്ക്ക്. കേൾക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് പുകവലി ഇല്ലെന്ന് അറിയാം എല്ലാവർക്കും. മദ്യപാനം ഒട്ടുമില്ല. ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല എന്ന്. ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. സിഗരറ്റ് വല്ലപ്പോഴും ഞാൻ വലിച്ചിട്ടുണ്ട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഞാൻ വിചാരിച്ച പല വിധത്തിലുള്ള സംഭവങ്ങളും വേണമെങ്കിൽ കിട്ടും. പിന്നെ MDMA, കൊക്കൈൻ, പിന്നെ ഹാഷിഷ്, അങ്ങനത്തെ പല മറ്റേ ശരീരത്തിന് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടാം വേണമെങ്കിൽ. നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ഭയങ്കരമായ ആള്. ഇപ്പൊ ഒരു മലയാളം പാട്ട് പാടാമോ? അത് വേണോ? വേണം. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ഒന്ന് നിർത്തുവോ? ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ വെറുതെ. അപ്പൊ എനിക്ക് പണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നെ ഉപദ്രവിച്ചു. നിനക്കിത് വേണം. ശരീരമായിട്ടും അടിച്ചു എന്ന് തന്നെ പറയാം. അടിച്ചു അല്ലേ? എവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മവച്ചിട്ട് അടിച്ച്. ആണോ? അശോ, അങ്ങനെ തന്നെ വേണം. ഉമ്മവച്ചപ്പോ ഓർത്തത് ഇഷ്ടം കൊണ്ട് ഉമ്മവച്ചാന്ന് ഓർത്തത്. പക്ഷെ ഇടി തന്നപ്പോ എനിക്ക് ഒത്തില്ല. ഓക്കെ, മെമിക്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് സുരേഷ് ഗോപിനെ പിടിച്ചാലോ? എന്നെ ചോദ്യങ്ങളെ പറഞ്ഞാ നിങ്ങളെ ഒത്തിരി പറഞ്ഞാ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ എന്റെ പൊന്നെ, സീൻ തന്നെ പെരേര. ശവത്തെ കുത്തരുത്. പെരേര ആരാ സത്യം പറഞ്ഞ? ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ